Hi friends, എൻ്റെ ക്രിയേഷൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വാഴപ്പിണ്ടിയാണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വാഴപ്പിണ്ടി വെച്ചിട്ട് ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന വാഴപ്പിണ്ടിയാണ്. നമുക്കിത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെള്ളത്തിലോട്ട് ഇടാം. ഇതുപോലെ മാറുണ്ടാവും. നമ്മൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞെടുക്കണം രണ്ട് സൈഡ്. എന്നിട്ട് വേണം വെള്ളത്തിലോട്ട് ഇടാനായിട്ട്. നമുക്കിത് ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം. ഞാനിപ്പോൾ ഇതാ ഈ അളവിൽ ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മളിത് പയറും കൂടി ഇട്ടാണ് ഇത് കറി വെക്കുന്നത്. നമുക്കിനി ഇത്രയും പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഞാനിവിടെ ചിരകി എടുത്തിട്ടുണ്ട്. ഒരു പകുതി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു 3 പച്ചമുളക് അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു 2 കഷ്ണം ഉള്ളി ചതച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. നന്നായിട്ട് ആ പച്ചമുളകൊക്കെ ഉടഞ്ഞ് ഇതിൽ ചേരണം. അതുപോലെ നന്നായിട്ട് നമ്മൾ ഇതൊന്ന് തിരുമ്മിയെടുക്കണം. നമ്മുടെ തേങ്ങയുടെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് വെക്കണേന്ന് നോക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുകിട്ട് കൊടുക്കാം. തേങ്ങയുടെ കൂട്ടയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് നമ്മുടെ പിണ്ടി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമ്മുടെ പയർ കുക്കറിൽ വേവിച്ചേക്കാം. അതിട്ട് നന്നായിട്ട് വേവിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ലാസ്റ്റ് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് അടച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ
മുക്കാൽ ഭാഗം നമ്മുടെ ഇത് വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കുക. നമുക്ക് ഒന്നുകൂടി അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമ്മുടെ വാഴപ്പിണ്ടി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഇത്. നിങ്ങൾ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് തിന്നാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്യണം. താങ്ക് യു.